1993-ലെ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ ഹൃദയഭാഗത്തുള്ള വെള്ളിക്കുളം എന്ന നിദ്രാവിഹീനമായ ഗ്രാമത്തിൽ ഒരു മഴക്കാല രാത്രിയായിരുന്നു അത്. വൈദ്യുതി നിലച്ചിരുന്നു. ഓലമേഞ്ഞ വീടുകൾക്കുള്ളിൽ മിന്നിമറയുന്ന മങ്ങിയ മണ്ണെണ്ണ വിളക്കുകൾ മാത്രമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. ചീവീടുകൾ അവയുടെ അനന്തമായ ഗാനങ്ങൾ ആലപിച്ചു കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ മൂങ്ങയുടെ ശബ്ദം കേൾക്കാം. കൂടെ ദൂരെ ദൂരെ എവിടെയോ ഉള്ള ഇടിമുഴക്കവും. 20കളുടെ തുടക്കത്തിൽ കോളേജ് പഠനം ഉപേക്ഷിച്ച രഘു മാസങ്ങൾക്ക് ശേഷം കോഴിക്കോട് നിന്ന് തിരിച്ചെത്തിയതേയുള്ളൂ. മുത്തച്ഛൻ മരിച്ചുപോയി. ആചാരങ്ങൾ കൈകാര്യം ചെയ്യാൻ രഘു തറവാട്ടുവീട്ടിൽ എത്തിയിരുന്നു. തേക്ക് മരത്തിന്റെ തൂണുകളും പായൽ മൂടിയ ഓടുകൾ പാകിയ മേൽക്കൂരയുമുള്ള വീടിന് 100-ലധികം വർഷങ്ങൾ പഴക്കമുണ്ടായിരുന്നു. ഗ്രാമത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കിണറിന് തൊട്ടടുത്തായിരുന്നു അത്. ആളുകൾ ഇപ്പോൾ അപൂർവമായി ഉപയോഗിക്കുന്ന ഒന്ന്. രാത്രിയിൽ അതിൽ നിന്ന് വരുന്ന വിചിത്രമായ ശബ്ദങ്ങളെക്കുറിച്ച് നാട്ടുകാർ മന്ത്രിച്ചു. രഘു അത്തരം വിഡ്ഢിത്തങ്ങളിൽ വിശ്വസിച്ചില്ല. ഒരു ബീഡി കത്തിച്ച് മുൻവശത്തെ പടികളിൽ ഇരുന്നു. നഞ്ഞ രാത്രിയിൽ മിന്നാമിനുങ്ങുകൾ നൃത്തം ചെയ്യുന്നത് നോക്കി. പെട്ടെന്ന് കാറ്റ് ശക്തിയായി വീശി. വീടിനുള്ളിലെ റാന്തൽ വിളക്ക് ശക്തമായി മിന്നിമറഞ്ഞു, അണഞ്ഞു. ഇടനാഴിയിലെ പഴയ ക്ലോക്ക് 11 മണി അടിച്ചു. അപ്പോഴാണ് അവൻ അത് കേട്ടത്. ആരോ തന്റെ പേര് വിളിക്കുന്നത് പോലെ ഒരു തോന്നൽ. അയാൾ മരവിച്ചുപോയി. കിണറ്റിൽ നിന്നാണ് ശബ്ദം വരുന്നത്. അയാൾ പതുക്കെ അതിന് അടുത്തേക്ക് നടന്നു. ഇരുട്ടിലേക്ക് കണ്ണോടിച്ചു. സമീപത്തുള്ള വാഴയിലകളിൽ കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. അത് ആ ഭയം വർദ്ധിപ്പിച്ചു. അയാൾ കിണറ്റിൽ എത്തി താഴേക്ക് നോക്കി. ഒന്നുമില്ല, പായലിന്റെയും പഴയ വെള്ളത്തിന്റെയും ഗന്ധം മാത്രം. അപ്പോൾ അയാൾ അത് കണ്ടു. ഉള്ളിൽ നിന്ന് മുകളിലേക്ക് നീണ്ടുവരുന്ന ഒരു വിളറിയ കൈ. അയാൾ ഇടറി വീണു. ഹൃദയമിടിപ്പ് കൂടി. ആ മന്ത്രിക്കൽ വീണ്ടും വന്നു, ഇപ്പോൾ കൂടുതൽ വ്യക്തമായി. വരൂ, താഴേക്ക്. അത് കാത്തിരിക്കുന്നു. രഘു വീട്ടിലേക്ക് ഓടിച്ചെന്ന് വാതിൽ കുറ്റിയിട്ടു. കണ്ണുകൾ വിടർത്തി. തണുത്ത കാറ്റുണ്ടായിട്ട് പോലും അതിനെ വകവയ്ക്കാതെ വിയർപ്പ് ഒലിച്ചിറങ്ങുന്നു. മുത്തച്ഛന്റെ വീശറി ആയുധം പോലെ പിടിച്ചുകൊണ്ട് രാത്രി മുഴുവൻ അവൻ ചെലവഴിച്ചു. പിറ്റേന്ന് രാവിലെ അവൻ വീണ്ടും കിണറ്റിനരികിലേക്ക് പോയി. ഇത്തവണ പകൽ വെളിച്ചത്തിൽ അവൻ സ്വയം ചിരിച്ചു. ഒരുപക്ഷേ അത് നേരത്തെ കഴിച്ച കള്ളായിരിക്കാം. ഒരുപക്ഷേ അത് വെറും കാറ്റായിരിക്കാം. പക്ഷേ അപ്പോഴാണ് കിണറ്റിനരികിൽ കിടക്കുന്ന ബക്കറ്റ് അവൻ കണ്ടത്. അത് നനഞ്ഞിരുന്നു. വെള്ളത്തിൽ നിന്ന് പുതുതായി വലിച്ചെടുത്തത്. അതിൽ കുടുങ്ങിക്കിടക്കുന്ന നീണ്ട നരച്ച മുടിയുടെ ഒരു ഭാഗം. 1957 ഒരു വഞ്ചനയിൽ മൻനൊന്ത് ദേവകി എന്ന സ്ത്രീ ഈ കിണറ്റിൽ ചാടി മരിച്ചിരുന്നു. അന്നു മുതൽ ഈ കിണർ അടച്ചുപൂട്ടിയതായി ഗ്രാമവാസികൾ പറഞ്ഞു. അവളുടെ മൃതദേഹം ഒരിക്കലും കണ്ടെത്തിയില്ല. രഘു വെള്ളിക്കുളത്തുനിന്ന് അതേ ദിവസം തന്നെ പോയതും പിന്നീട് തിരിച്ചുവന്നതും എന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ സമീപത്ത് താമസിക്കുന്നവർ ഇപ്പോഴും പറയുന്നത്, കൊടുങ്കാറ്റുള്ള രാത്രികളിൽ നിങ്ങൾ കിണറിനടുത്ത് നിന്നാൽ ദേവകി ആരുടെയെങ്കിലും പേര് മന്ത്രിക്കുന്നത് നിങ്ങൾ കേൾക്കും. ചിലപ്പോൾ അവൾ നിങ്ങളുടേതും മന്ത്രിക്കും.